ട്രാവലേഴ്സ് എഡ്ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ധർമ്മശാല ഒരുപാട് കാരണങ്ങളാൽ പ്രശസ്തമായൊരു സ്ഥലം തന്നെയാണ്. എന്നാൽ പോലും വളരെ അധികമാരും അറിയപ്പെടാത്തൊരു പ്രദേശം കൂടിയാണ്. അധികമാരും അറിയപ്പെടാത്ത പ്രദേശം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഈ പ്രദേശത്തെ പറ്റി അധികം ആർക്കും അറിയാത്തത്. എന്നാൽ പോലും ഡൽഹി, ചണ്ഡീഗഡ് എന്നീ സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരുപാട് പേര് സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ സമയത്ത് RT-PCR ടെസ്റ്റ് എല്ലാം ചെയ്ത് വരുന്ന ഒരു വളരെ ചുരുക്കം ടൂറിസ്റ്റുകളുമാണ് ഈ പ്രദേശത്ത് കാണാനുള്ളത്. ധർമ്മശാലയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആദ്യത്തേതായിട്ട് ചേർച്ച് ഓഫ് സെൻറ്റ് ജോൺസ് ഇൻ ദ വൈൽഡർനെസ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കുമ്പം ഒരുവിധം എല്ലാ ഹിൽ സ്റ്റേഷൻസിലും ഇതേപോലെ ഒരു ചേർച്ച് കാണാറുണ്ട്. ഇതേപോലെ ഒരു ചേർച്ചിൻ്റെ സെൻസിലേക്ക് ഒരുപാട് ബ്രിട്ടീഷുകാരായിട്ട് പണിതതും ഒരുപാട് പഴക്കം ചെന്നതും ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെയുള്ള ഒരുപാട് ചേർച്ചസ് ഇവിടെ കാണാനുണ്ട്. പ്രത്യേകിച്ച് ധർമ്മശാലയിലുണ്ട്, ഷിംലയിലുണ്ട്. ഷിംലയിൽ 2-3 ചേർച്ചുകളുണ്ട്. അതേപോലെ തന്നെ ഡൽഹൌസിയിലുണ്ട്. അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ ഇവിടെയെല്ലാം ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് പല കാരണങ്ങളാലുള്ള. സോ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ചേർച്ചിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് റോഡ് സൈഡ് തന്നെയാണ് പാർക്കിംഗ് സൗകര്യമുള്ളത്, അല്ലാതെ ഒരു സ്പെഷ്യൽ പാർക്കിംഗ് സൗകര്യമൊന്നുമില്ല. സോ ഇതാണ് ഇതിൻ്റെ എൻട്രി ഗേറ്റ് എന്ന് പറയുന്നത്. 1852 ഈ ചേർച്ച് പണിതിരിക്കുന്നത്. സോ ഇപ്പോഴത്തെ അമൃത്സർ ഡയോസീസിൻ്റെ അണ്ടറിലാണ് ഈ ചേർച്ച് ഉള്ളത്. സോ ഇത് കാര്യമായിട്ട് അത്ര മെയിൻറ്റെയിൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്നാൽ പോലും ചേർച്ച് പലപ്പോഴും ഞാൻ മുമ്പ് 2 തവണ വന്നപ്പോഴും ഈ ചേർച്ച് ക്ലോസ്ഡ് ആയിരുന്നു. സോ ഇത്തവണയും ക്ലോസ്ഡ് തന്നെയാണ്, ഗേറ്റ് കാണാൻ ക്ലോസ്ഡ് ആയി കിടക്കുന്നത്. ബട്ട് വളരെ മനോഹരമായൊരു പാത തന്നെയാണ് ചേർച്ചിലേക്കുള്ളത്. സോ ചേർച്ചിൻ്റെ പഴക്കം ഏകദേശം 160ഓളം വർഷം, 170ഓളം വർഷമുണ്ട്. ഈ ചേർച്ചിൻ്റെ മുമ്പിലായിട്ട് 1915 പണി കഴിപ്പിച്ച വലിയൊരു ബെല്ല് ഇവിടെ കാണാം. സോ ബെല്ലിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ജൂലൈ 1950 എന്നുള്ളത്. ഐ ഹോപ്പ് വീഡിയോയിൽ നമുക്കത് കാണാമെന്ന് വിചാരിക്കുന്നു. സോ വലിയൊരു ബെല്ലാണ്. ആരും വന്ന് ബെല്ല് അടിക്കാതിരിക്കാനെന്ന് തോന്നുന്നു കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാടിനകത്തിരിക്കുന്ന സെൻറ്റ് ജോൺസ് ഇൻ ദ വൈൽഡർനെസ് എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഒരു കാട് പോലുള്ളൊരു പ്രദേശത്ത് ചുറ്റുപാടത്ത് മറ്റ് ബിൽഡിങ്ങുകളോ ഒന്നുമില്ലാതെ ചുറ്റുവട്ടത്ത് മറ്റ് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മറ്റ് താമസക്കാരോ വീടുകളോ ഒന്നുമില്ലാത്ത ഈ ഒരു പ്രദേശത്ത് ഇങ്ങനൊരു ബെല്ല് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഊഹിക്കാലോ എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത്. സോ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പലതും ഒരു പുവർ മെയിൻ്റനൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മെയിൻ്റനൻസിൻ്റെ കുറവുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാൽ പോലും ചേർച്ച് എത്രത്തോളം ഈ ഒരു ചേർച്ച് എത്ര പഴക്കം ചെന്നാൽ പോലും ഈ ചേർച്ചിൻ്റെ ഭംഗി പോയിട്ടില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ചേർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആംഗ്ലിക്കൻ ചേർച്ചാണ്, ഡെഡിക്കേറ്റഡ് ടു ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഓക്കെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1905 കാംഗ്ര എർത്ത് ക്വേക്കിൽ ഏകദേശം 19,800ഓളം ആൾക്കാർ മരണപ്പെട്ടിരുന്നു. സോ ആ ഒരു സമയത്ത് പോലും ഈ ചേർച്ചിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല എന്നത് പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. ചേർച്ചിൻ്റെ മറ്റൊരു സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്.